നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് ബീഫ് എടുത്ത് കഴുകി നന്നായി 2-3 പ്രാവശ്യം കഴുകിയിട്ട് അതിന് ശേഷം കുക്കറിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചെറുതായി മുറിച്ചത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കാം. സവാള ഏകദേശം വലിയ ഒരു 4-5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ആ കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫ് വെന്തോന്ന് നോക്കാനായിട്ട് 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വേഗം എന്ന് പറഞ്ഞാൽ ഉടയാത്ത രീതിയിൽ, പൊട്ടാത്ത രീതിയിൽ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. വെളിച്ചെണ്ണ നന്നായി മൂത്ത ശേഷം വേണം കടുകിടാൻ. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ല ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നന്നായി ഇളക്കുക. ഉപ്പ് നമ്മൾ ബീഫിൽ ആദ്യം വേവിക്കുമ്പോൾ ഉപ്പിട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പാണ് ഇടേണ്ടത്. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി ഒരു നല്ല ബ്രൗൺ കളർ വന്ന ശേഷം നമ്മൾ അപ്പോഴേ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനെ നന്നായി വഴറ്റി അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി യോജിപ്പിച്ച് ഇളക്കുക. വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ തക്കാളി കുനുകുനിയെന്ന് അരിഞ്ഞ് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ വേകുന്നത് വരെ നന്നായി യോജിപ്പിക്കുക. ഇത് എല്ലാം കൂടി എണ്ണയിൽ തന്നെ വെന്ത് വരും. മഞ്ഞൾപ്പൊടി 1.5 സ്പൂണോളം ഇടുക. പിന്നെ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടേണ്ടത്. മല്ലിപ്പൊടി 2-2.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ഞാൻ കുറവാണ് ചേർത്തിരിക്കുന്നത്. 1.25 സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയാണ് നമ്മുടെ ബീഫിൻ്റെ ഏറ്റവും നല്ലൊരു കുരുമുളകിൻ്റെ മണം വരുമ്പോഴാണ് നാടൻ കറിയുടെ ടേസ്റ്റ് വരിക. കുരുമുളക് പൊടി ഇപ്പോൾ ഇടണം. ഒരു സ്പൂണോളം ഇപ്പോൾ ഇട്ട ശേഷം നന്നായി ഇളക്കി പൊടികളുടെ എല്ലാം ഒരു മണം മാറി അടി പിടിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് കോരിയെടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഇതിന് ശേഷം മീറ്റ് മസാല ഏത് വേണമെങ്കിലും എടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൻ്റെ മീറ്റ് മസാലയാണ്. നമ്മൾ അല്ലെങ്കിൽ പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചെടുത്ത് പൊടി ഉണ്ടാക്കിയാലും മതി. നമ്മളത് ചെയ്തില്ല. ഞാനിന്ന് എളുപ്പം ചെയ്യാൻ വേണ്ടി ഈസ്റ്റേൻ്റെ മസാല ഇട്ടു. കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കുറച്ച് ഗ്രേവി എന്തായാലും വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇല്ലാതിരുന്ന ഫ്രൈ ടൈപ്പ് ആക്കാനും ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റും. അടച്ച് വെച്ച് ഒന്ന് മസാലയെല്ലാം പിടിച്ച ശേഷം 5 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് കുരുമുളക് പൊടിയെടുത്ത്, കുരുമുളക് പൊടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരണമെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ കുരുമുളക് പൊടി കുറച്ചിടണം. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കറിവേപ്പില, മല്ലിയില ഇട്ട് നന്നായി ഇളക്കുക. മല്ലിയില കുനുകുനിന്ന് അരിയണതാണ് നല്ലത്. കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് അതിൻ്റെ വെളിച്ചെണ്ണൻ്റെ ഒരു പ്രത്യേക മണം വരും. ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൽ ചെറു തീയിൽ വേണം ചെയ്യാൻ. ഇവിടെ നല്ലൊരു ബീഫ് കറി ആയിട്ടുണ്ട്. ഇത് പൊറോട്ടൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ പഴംപൊരി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും